ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻസ് വേൾഡ്. ഒരുപാട് കാലമായിട്ട് കുക്കിങ്ങിൻ്റെ ഒരു വീഡിയോയൊന്നും ഇട്ടിട്ടില്ല, സമയമില്ലായിരുന്നു, വളരെ തിരക്കായിരുന്നു. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു ഡിന്നർ, അതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഡിന്നർ. ഈ മഴക്കാലത്തൊക്കെ കഴിക്കാനൊക്കെ വളരെ നല്ലതാണ്. അങ്ങനെ ഒരു ഡിന്നർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് ഒരു ഡാലും ചപ്പാത്തിയും പോലെ ഉള്ളൊരു കോമ്പിനേഷനാണ്. പക്ഷേ ഇത്രയേ ഉള്ളൂ, ചപ്പാത്തി നമുക്ക് പരത്തണ്ട. അതുപോലെ ഈ ഡാല് നമ്മൾ ഇത് വേവിക്കുമ്പോൾ കടുവ് വറുത്തിട്ട് അത് വേവിക്കുമ്പോൾ ഡാല് നേരത്തെ വേവിച്ച് വെക്കും. എന്നിട്ട് അത് കടുവ് വറുത്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ ചപ്പാത്തി പരത്തി വെച്ച ചപ്പാത്തിയെ വെച്ച് അത് ചെറുതായിട്ടൊന്ന് പരത്തി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ആ ഡാലിനകത്ത് ഇടും. എന്നിട്ട് അത് വേവിച്ചിട്ട് അങ്ങനെയാണ് കഴിക്കുന്നത്. ഇതൊരു സൂപ്പ് പോലെന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. അത് ആക്ച്വലി ഈ മഴക്കാലത്തൊക്കെ നല്ലതാണ്. അതുപോലെ അധികം കാർബോഹൈഡ്രേറ്റ് ഇല്ല, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡാലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ അതിൽ നമ്മൾ വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇടുന്നുണ്ട്, ഗ്യാസൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിന്നർ. ഈ മഴക്കാലത്ത് നമുക്കൊക്കെ അതൊരു വളരെ ഒരു സൂപ്പ് കുടിക്കുന്ന പോലെയാണ്. ഇത് ഞാൻ ഒരിക്കലും ഡാൽ പല്ലെന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട്, എൻ്റെ ഇതിൽ തന്നെ കാണും. പക്ഷേ ഇന്ന് ഇത് ഉണ്ടാക്കുന്നത് ഞാനല്ല, എൻ്റെ കൂടെയുള്ള സുവർണയാണ്. അപ്പം അവളുടെ സ്റ്റൈലിൽ ഇതിന് ഡാൽ ഡോക്ലി എന്നാണ് അവൾ പറയുന്നത്. അപ്പോൾ ഈ ഡാൽ ഡോക്ലി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. ഡാൽ ഡോക്ലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡാൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഡാലെന്ന് പറഞ്ഞാൽ ഒരു ഡാൽ തന്നെയല്ല, അതിൻ്റെ കൂടെ നമ്മൾ ചെറുപയർ പരിപ്പും ഒരു അരക്കപ്പ് ചെറുപയർ പരിപ്പും അരക്കപ്പ് തുമരപ്പരിപ്പും അത് വേവിച്ചു. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചു. അതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് അതിൽ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് ഞാനിത് ഉടച്ചെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചപ്പാത്തിയുടെ പൊടി, നമ്മൾ ചപ്പാത്തിയുടെക്ക് വേണ്ടിയിട്ട് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട്. കണ്ടോ നല്ല സോഫ്റ്റായിട്ട്. ഇത് ഇങ്ങനെ ഉണ്ടാക്കി ചപ്പാത്തി, ഇങ്ങനത്തെ പൊടി കൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കിയാൽ വളരെ സോഫ്റ്റായ ചപ്പാത്തി കിട്ടും. രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നാലും അത് വളരെ സോഫ്റ്റായിരിക്കും. അതിൻ്റെ പൊടി കുഴയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഡാലിന് ആദ്യമേ കടുക് വറക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ടാണ് ചപ്പാത്തിയുടെ കഷ്ണങ്ങൾ ഇടുന്നത്. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മൾ ഈ ഡാല് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഒരു 7-8 അല്ലി വെളുത്തുള്ളിയും 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇടിച്ചിട്ട് വേണം നമ്മൾ ഈ കടുക് വറക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഞാൻ ഇത് ഡാല് കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ ചൂടായി വന്നു, കടുക് ഇട്ട് കൊടുത്തു. 1/2 സ്പൂൺ കടുക്, 1/2 സ്പൂൺ ജീരകം, നമ്മുടെ കടുകും ജീരകവും ഒക്കെ പൊട്ടി വന്നു. അതിലേക്ക് ഞാൻ കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുകയാണ്. സുവർണയാണ് ഉണ്ടാക്കുന്നത്. അവൾ നമ്മൾ ഇടിച്ച് വെച്ച് പച്ചമുളകും അതുപോലെ വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. ഇവിടെ കായം ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. പക്ഷെങ്കിൽ ഇവിടെ എൻ്റെ കൂടെ താമസിക്കുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ നോർത്ത് ഇന്ത്യൻസാണ്. അവർ ഈ കായമൊന്നും അധികം യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാനിവിടെ കായം ചേർക്കുന്നില്ല. നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ മൂത്ത് വന്നു. അതിലേക്ക് ഒരൽപ്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഡാല് വേവിക്കുമ്പോഴും നമുക്ക് ചേർക്കാം. ഈ ഡാല് വേവിക്കുമ്പോൾ അത് പുറത്തോട്ട് തൂങ്ങി പോകാതിരിക്കാനൊരു ഐഡിയ ഉണ്ട്. ഡാലിനകത്ത് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇത്തിരി എണ്ണയും കൂടെ ചേർത്ത് വേവിച്ചാൽ മതി. ഇത് മൂത്തു. ഇതിലേക്ക് നമ്മൾ ഡാല് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു. അതുപോലെ ഉപ്പ് ചേർത്തു. ഡാല് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരണം. സുവർണ ചപ്പാത്തി പരത്തുകയാണ് കേട്ടോ.
പരത്തിയിട്ടത് ചെറുതായിട്ട് മുറിച്ചാണ് നമ്മൾ ഈ ഡാലിലേക്ക് ഇടുന്നത്. നമ്മൾ ചപ്പാത്തി പരത്തി ഒരുവിധത ഈ കണത്തിലാണ് പരത്തിയിരിക്കുന്നത്. പിന്നെ സുവർണൊക്കെ ചപ്പാത്തി ഉണ്ടാക്കാൻ വളരെ എക്സ്പേർട്ടാണ്. അത് നമ്മളൊരു പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് അതാണ് ഡാലിലേക്ക് ഇടുന്നത്. ചപ്പാത്തി ചുട്ടെടുക്കുന്ന ഒരു കഷ്ടപ്പാട് ഇതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. നമ്മുടെ ഡാല് തിളച്ച് വന്നു. അതിലേക്ക് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ച ഡയമണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത ചപ്പാത്തിയുടെ കഷ്ണങ്ങൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഒരിടത്ത് സുവർണ അടുത്ത ചപ്പാത്തി പരത്തുന്നുമുണ്ട്. ഈ ചപ്പാത്തിക്ക് പൊടി കുഴച്ചപ്പോഴും അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതല്ലാതെ ഡാലിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ സൂക്ഷിച്ച് ചേർക്കണം. നമ്മുടെ ഡാല് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിൽ ചപ്പാത്തിയൊക്കെ മുറിച്ചിട്ടു. അപ്പോൾ ഇതിനിയും ഒരു 10 മിനിറ്റ് എടുക്കും ചപ്പാത്തി വേവാൻ മാത്രം. അത് കഴിഞ്ഞാൽ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. അപ്പം നമ്മുടെ ഡാൽ ഢോക്ലി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ കഴിക്കാനൊരു പാത്രത്തിലേക്ക് എടുക്കുകയാണ്. ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മല്ലിയില ഇടാം. ഞാൻ മല്ലിയില ഇട്ടിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു. ഇതിലേക്ക് ഞാൻ അല്പം നെയ്യ് ഒഴിക്കുകയാണ്. എന്നിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഡയറ്റിങ്ങിനാണെങ്കിലും ഒക്കെ നല്ലതാണ്. നമ്മൾ ഡാലാണ് കൂടുതൽ കഴിക്കുന്നത്. പിന്നെ ഇതിന് ഇഷ്ടം പോലെ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗ്യാസൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നിങ്ങൾക്ക് ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എല്ലാ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യണം. വീണ്ടും ഒരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ നന്ദി, നമസ്കാരം.